അപ്പൊ കൂടെ കൂട്ടുന്നവരെ വരെ മുന്നണി അംഗീകരിച്ചിട്ടില്ലേ? INL LDF തെരഞ്ഞെടുപ്പുകൾ കണ്ടോ? എന്താ പറയാ, ബിരിയാണി സാധനങ്ങളും പിന്നെ അണ്ടിപ്പരിപ്പും ലഭിക്കുന്നതാണ്. ഈ അണ്ടിപ്പരിപ്പും ബിരിയാണി സാധനം ചെയ്യപ്പെടുമല്ലോ. അപ്പൊ എന്താ സംഭവം? അസ്തിത്വം അംഗീകരിക്കുന്നില്ല. അവിടെയാ സ്ഥിതി. ഇനി നമ്മൾ ജയിച്ചു വന്നവരൊക്കെ സ്ഥിതി എന്താ? അവരൊക്കെ നല്ല നല്ല ചിഹ്നത്തിൽ വന്നു, ആണത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നേരത്തെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞ പോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലുള്ള സകല ഫിത്തനയും ഫസാദും മറികടന്ന് ജയിച്ചു വന്നവരാണ് ഇതൊക്കെ. ഇനി ഇല്ലാത്തതുണ്ടോ? നമ്മൾ വൈദ്യുറാമി ഉണ്ടാക്കി കൊടുക്കുകയാണ്, അവിടെ കിണറും കുഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എതിരാളികൾക്ക് നിന്ന ആൾക്കാരുണ്ടാവും. എന്താ കാരണം? ആ കെഞ്ചി ചാടി പൂച്ച ഇടതുവശ എജിലാക്കി ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള സ്ഥിതിയുണ്ട്. കണ്ടില്ലേ? 1 കോടി വികസനം നടത്തിയെടുത്തും 10 ലക്ഷത്തിന്റെ റിലീഫ് നടത്തിയെടുത്തൊക്കെ തലേ ദിവസം ബാഗേറ്റ് നടത്തുക. എന്തൊരു കഥയാണ്! ഇങ്ങനെയുണ്ടോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ സ്പോൺസർമാരെ കിട്ടിയ കാലാണ്. നല്ല നല്ല മുതലാളിമാര് കാശ് ചെലവാക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. വിലക്ക് വാങ്ങുക, നമ്മളേറ്റു. അതാണ് തിരൂരിലൊക്കെ സംഭവിച്ചത്. തിരൂരിൽ 4 ആളുകളാണ് ഹരിവാഴ്ചിക നക്ഷത്രത്തിൽ 4 ആള്. അവരാ ഭരിക്കുന്നത്. 4 ആളാ ഭരിക്കുന്നത്. 19 ആളാ 18 കോടിയും 1 കൈപ്പത്തിയും. ആലോചിച്ച് വെക്കണം. അപ്പുറത്ത് ബഹുഭൂരിപക്ഷ ആളുകളും സ്വതന്ത്ര വേഷത്തിലാണ്, മറ്റുള്ള പാർട്ടികളിൽ നിന്ന് പോന്നവരെ മുഴുവൻ. എന്നിട്ട് ഈ സകല കുലുമാലും നടത്തിയിട്ടാണ് പിന്നെ ജയിച്ചു വരുന്നത്. മാത്രമല്ല, നമ്മൾ കളിച്ച തെരഞ്ഞെടുപ്പും രാഷ്ട്രീയത്തിന്റെ അതവും മര്യാദയും പാലിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കണ്ണൂരിന്റെ പോലെ ഒന്നല്ല. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് എന്താ? ഇലക്ട്രോണിക് യന്ത്രം കേരളത്തിൽ കൊടുന്ന് ഇറക്കണതിന്റെ മുമ്പേ കണ്ണൂരിൽ 10 ആള് എതിർക്കാതെ തെരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക് യന്ത്രം വരുന്നുള്ളൂ. അതിനു മുമ്പേ ആന്തൂർ നഗരസഭയിൽ 10 ആളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. 10 സഹോദരിമാർ, സ്ത്രീകൾ, വനിതാ വാർഡ്. ആന്തൂർ നഗരസഭ തളിപ്പറമ്പ് വാങ്ങിച്ച് ഇപ്പുറത്ത് വന്നതാ. ഷുക്കൂറിന്റെ നഗരസഭയ്ക്ക് ഇപ്പുറം. ആ ആന്തൂർ നഗരസഭയിൽ 10 പെണ്ണുങ്ങള് നോമിനേഷൻ കൊടുക്കാൻ ഒരുങ്ങിയപ്പോ അവർക്കൊക്കെ ഒരു ഫോണ് വന്നതാണ് ഏതുണ്ടായത്. പിന്നെ അവര് കുഴഞ്ഞു വീഴുക. എന്താ സംഭവം? ഇതെല്ലാം നോമിനേഷൻ കൊടുത്താൽ എന്റെ ഒടുക്കത്തെ അക്കാരണത്താണ്. ഇവിടെ അങ്ങനെയാണോ? കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കോട്ടക്കൊത്തലങ്ങളിൽ ഏത് എതിരാളിക്കും കൂട്ടേജന്റാവാം. RSSനാവാം, ശിവസേനക്കാവാം, BJPക്കാവാം, സോളിഡാരിറ്റിക്കാവാം, SDPIക്കാവാം, എല്ലാവർക്കും ആവാം. എന്നാ കണ്ണൂരിൽ പോയി നോക്കാം. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി അതാണ്. മാത്രമല്ല, മര്യാദയ്ക്ക് വോട്ടിംഗ് നടക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥരെ ഇൻഷൂർ ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരെ ഇൻഷൂർ ചെയ്യുക. എന്റെ നാട്ടിലൊരു SI മൂപ്പർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സുബൈക്ക് മൂപ്പരെ വരെയെന്ന ഒരു കൂട്ടക്കാരത്തിൽ. അപ്പൊ എന്താ കാരണം? മൂപ്പര് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 1 ഓതിയിട്ട് ഭാര്യയും കുട്ടികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് കണ്ണൂർക്ക് പോകാണ്, വിധിയിട്ടൊക്കെ കാണാൻ. അതിനാലും മക്കളൊന്നാകെ അന്തം വിട്ട് കരയാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന നമ്മുടെ നാട്ടിലെ പോലീസുകാരെ എങ്ങനെയാണ് ബെഞ്ചുമ്പോ അന്നാണ് ഒരു കിടന്നുറങ്ങുന്നത് ജയിക്കും. നമ്മളെ ബൂത്തിൽ വന്നിട്ട് കിടന്നുറങ്ങാ പോലീസുകാർ. എത്ര സ്വകമുള്ള മണ്ണ് വേറെണ്ടോ? അവിടുത്തെ സ്ഥിതി എന്താ? നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഏറി വന്നാൽ കൊണ്ടുപോകുന്ന സാധനം എന്താ? സ്ലിപ്പാണ് കൊണ്ടുപോകുന്നത്. കണ്ണൂരിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് നായ്ക്കൊണ്ണപ്പൊടിയാണ്. ഇതൊരു വിധമില്ല. അതാണ് അവിടെ ആദ്യത്തെ പരിപാടി. ആദ്യം തന്നെ വോട്ടിംഗ് ഡിസ്ട്രി ചെല്ലിട്ട് ആദ്യം അടുക്കാണ്ട് വിതരും. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറും മറ്റേ ഓഫീസർമാരൊക്കെ ഇരുന്നിങ്ങനെ ചോദിയും. കണക്കിനനുസരിച്ച് പോളിംഗ് ഇങ്ങനെ കൂടും. അതാണ് കണ്ണൂരിന്റെ സ്ഥിതി. അപ്പോൾ ആലോചിച്ച് നോക്കണം. വോട്ട് എണ്ണി വരുമ്പോഴോ 99% പോളിംഗ്. 99% പോളിംഗ്. എന്റെ വോട്ടർ പട്ടികയിൽ ഞാൻ 161 ആളെ മാറ്റി. ഗൾഫിൽ പോയവരും മരിച്ചവരും. എന്നാൽ കണ്ണൂര് ഒരു 5 കൊല്ലായിട്ട് ഒരൊറ്റ കുട്ടിന്റെ റൂമിനെ പിടിച്ചിട്ടില്ല. എന്താ കാരണം? അസ്രായേൽ ആ വഴിക്ക് വരായിട്ടല്ല. എന്താ കാരണം? മരിച്ചവരൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോകണം. മാധ്യമം ദിനപത്രം തുടർലേഖനം എഴുതിയിരുന്നു. മരിച്ചവര് നിരത്തി വോട്ട് ചെയ്യുക. കണ്ണൂരിലെ സ്ഥിരം പതിവായി. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. 3 മണി കഴിഞ്ഞാൽ ഓഫീസ് എന്താ പറയാ, പോളിംഗ് സ്റ്റേഷൻ വിട്ടു പോകരുത് എന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകം അറിയിച്ചു. നമ്മുടെ നേതൃത്വം മുസ്ലിം ലീഗ് പ്രവർത്തകരോടും പറഞ്ഞു 3 മണി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണ് പോളിംഗ് സ്റ്റേഷനിൽ. പിന്നെ വേറെ ഉദ്യോഗസ്ഥർ, ഇവർക്ക് വേണ്ടി ആശാന പാടുന്നവർ, അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവര്, പിന്നെ ഇവരെന്നെ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ വോട്ട്